ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ മോഡലിലുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ട് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ കാൺപൂരാണ്. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? കാൺപൂർ. ഇന്ത്യൻ ഭരണഘടനയിലെ 52ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ 52ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 52ാം ഭേദഗതി എന്ന് പറയുന്നത് രാഷ്ട്രീയ കൂറുമാറ്റ നിരോധന നിയമമാണ്. 52ാം ഭേദഗതി എന്താണ്? രാഷ്ട്രീയ കൂറുമാറ്റ നിരോധന നിയമമാണ്. ആൻസർ ബി ആണ് വരുന്നത്. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ ബഹുജന പ്രസ്ഥാനം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ ബഹുജന പ്രസ്ഥാനം ഏതാണ്? ആൻസർ നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം. അടുത്തത് ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ വിദ്യാധിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ വിദ്യാധിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ നദികൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം പെരിയാർ. ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. ഇതിൽ ഈ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്നാണ് ആദ്യത്തേത്. ആൻസർ ശരിയാണ്. അടുത്തത് ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം പെരിയാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. പെരിയാറല്ല, നെയ്യാറാണ് ആൻസർ. അടുത്തത് ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. അത് ശരിയാണ്. ഇവിടെ ആൻസർ വരിക 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ: വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ്? വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നയിച്ച പ്രധാന ആദിവാസി വിഭാഗം ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കുറിച്യരാണ്. കുറിച്യർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഒഡീഷയാണ് ആൻസർ. അപ്പോൾ ഉത്കല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒഡീഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്നാണ്?
ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോനാണ്. ആരാണ്? VP മേനോൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, റൂർക്കേല ഒഡീഷ, ഭിലായ് ഛത്തീസ്ഗഡ്, ബൊക്കാറോ ബീഹാർ. ഇതിനകത്ത് ഓരോന്നായിട്ട് നോക്കാം. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ശരിയാണ്, റൂർക്കേല ഒഡീഷ ശരിയാണ്, ഭിലായ് ഛത്തീസ്ഗഡ് ശരിയാണ്, ബൊക്കാറോ വരുമ്പോൾ ജാർഖണ്ഡാണ് ആൻസർ വരിക. 1, 2, 3 ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് കേരളത്തിലെ അണക്കെട്ടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ മുല്ലയാറിലാണ്. അത് തെറ്റായിട്ടുള്ള ആൻസറാണ്. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെരിയാറിന്റെ പോഷക നദിയിലായിരിക്കും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടാമത്തത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണെന്നുള്ളത് ശരിയാണ്. ഇവിടെ 1, 3 ശരിയായിട്ടുള്ളത്, 2 മാത്രമാണ് തെറ്റ്. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ കാഴ്ചപ്പാടുകളാണിത്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ കാഴ്ചപ്പാടുകളാണിത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2024 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. എന്താണ്? വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. നവോത്ഥാന നായകർ, സംഘടനകൾ എന്നിവയുടെ ശരിയായ ജോഡി കണ്ടുപിടിക്കുക. നവോത്ഥാന നായകർ വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. സംഘടനകൾ ഇതാക്കിയാണ്: കേരള മുസ്ലിം ഐക്യ സംഘം, സമത്വ സമാജം, സാധുജന പരിപാലന സംഘം, അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. വൈകുണ്ഠ സ്വാമികളാണെങ്കിൽ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ദേശീയ കമ്മീഷന്റെ അധ്യക്ഷനായാണ് കിഷോർ മക്വാന 2024 മാർച്ചിൽ നിയമിതനായത്? കിഷോർ മക്വാന നിയമിതനായത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായിട്ടാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി ഏതാണ്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി ഏതാണ്? ആധാർ ശിലയാണ് ആൻസർ. ആധാർ ശില. അടുത്തത്, ചന്ദ്രയാൻ 3ന്റെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ വർഷം, ഡേറ്റ്, അതുപോലെ തന്നെ മാസം. 3 പഠിക്കുക. 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്താനുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. അത് ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. തെറ്റാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ളതാണ് സൈലന്റ് വാലി. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല. തെറ്റാണ്. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. ഇവിടെ ആൻസർ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, തന്നിരിക്കുന്നതിൽ കാർഷിക വിളകൾ ഖാരിഫ് വിളകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖാരിഫ് വിളകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഖാരിഫ് വിളകൾ വരുന്നത് ഞാൻ പറയാം. ചോളം, പരുത്തി, ചണമാണ്. 1, 2, 5 ഖാരിഫ് വിളകളായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഇനങ്ങൾ ഏതെല്ലാം?
അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഇനങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മുക്തി അനക്കയാണ്. മുക്തിയും അനക്ക, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ഉത്തരമഹാസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെ ഫലമായി രൂപം കൊണ്ട അതിവിശാലമായിട്ടുള്ള സമതലമാണ്. അത് ശരിയായിട്ടുള്ള ആൻസറാണ്. അടുത്തത് വളരെയധികം ഫലഭൂഷ്ടമായ എക്കൽ മണ്ണാണ് ഈ സമതലത്തിന്റെ സവിശേഷത. അതും ശരിയാണ്. കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഈ പ്രദേശം. അതിനാൽ ഈ സമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. 1, 2, 3 ശരിയാണ്. ആൻസർ എ ആണ് വരുന്നത്. അടുത്തത് പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നതാണ് ചുരങ്ങൾ. എന്താണ്? ചുരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെ ആയിരുന്നു? ആൻസർ റഷ്യയിലായിരുന്നു 2024 ബ്രിക്സ് ഉച്ചകോടി. അടുത്ത ക്വസ്റ്റ്യൻ, ബിഫോർ മെമ്മറി ഫെയ്ഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഫാലി എസ് നരിമാനാണ്. ആരാണ്? ഫാലി എസ് നരിമാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. ആരാണ്? റോഷി അഗസ്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണെന്നാണ്? ഉപാധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സുമൻ ബെറിയാണ്. ഉപാധ്യക്ഷൻ സുമൻ ബെറിയും പിന്നെ CEO ആരാണ്? VVR സുബ്രഹ്മണ്യം. അടുത്തത് സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് വേണം നമ്മൾ റാങ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീ വൈക്ക് ആയാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോഡൽ ടെസ്റ്റൊക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.